പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തൊട്ടാകെ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ എടുത്ത ഹർജിയിലാണ് ജസ്റ്റിസ് എ.കെ. ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് വി.എം. ശ്യാംകുമാറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഈ നിർദ്ദേശം. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് അറിയിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ കെ. ഗോപാലകൃഷ്ണക്കുറുപ്പ് സമയം തേടി. ഈ ഹർജിയിൽ കോടതിയിൽ സഹായിക്കാൻ സീനിയർ അഭിഭാഷകനായ രഞ്ജിത്ത് തമ്പാനെ അമിക്കസ് ക്യൂറിയായി നിയോഗിക്കുകയും ചെയ്തു. എല്ലാ വെള്ളിയാഴ്ചയും വിഷയം പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം, സ്റ്റേറ്റ് എൻവയോൺമെന്റ് ഇംപാക്ട് അതോറിറ്റി തുടങ്ങിയവരെ കേസിൽ കക്ഷിയാക്കിയിട്ടുണ്ട്. ഇവർക്കെല്ലാം നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു. വികസന പദ്ധതികൾ നടപ്പാക്കും മുൻപ് ഏതു തരത്തിലാണ് പ്രകൃതിയെ ബാധിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി പഠിക്കേണ്ടതുണ്ട്. നിലവിൽ സർക്കാർ വകുപ്പുകൾ തമ്മിൽ ഇക്കാര്യങ്ങളിൽ ഏകോപനമില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. 2 ജില്ലകളൊഴികെ മറ്റുള്ള ജില്ലകളെല്ലാം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ വിശദീകരിച്ചു. പൊതുവായി പറയുന്നതിനപ്പുറം ഇക്കാര്യത്തിൽ ഏകോപനമില്ലെന്നാണ് കോടതി അഭിപ്രായം. മാത്രമല്ല, ഇക്കാര്യത്തിൽ വിശദ പഠനവും ജിയോ മാപ്പിംഗും വേണമെന്ന് കോടതിയും വ്യക്തമാക്കി. നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാവുന്നതും അനുവദിക്കാനാവാത്തതുമായ മേഖല ഏതെന്ന് വ്യക്തമായി തിരിക്കാൻ കഴിയണം. ഇക്കാര്യങ്ങളിൽ സമഗ്ര റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂറിയോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.